അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധം രാമകൃഷ്ണനും അഭിജിത്തും റിമാൻഡിലായി. CPM റൂറൽ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ചില പോലീസുകാർക്ക് CPM അനുഭാവമുണ്ടെന്ന് K മുരളീധരൻ. കേരളത്തിൽ ജൂൺ 1 കാലവർഷമെത്തും. പാൻ മസാല നിരോധനം സർക്കാർ നടപടികൾ തുടങ്ങി. 30 ലക്ഷത്തിന്റെ പാൻ മസാല പിടികൂടി. മർക്കസ് 35ാം വാർഷിക സമ്മേളനം സയ്യിദ് യൂസുഫുൽ ബുഹാരി തങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റിലായ CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം PP രാമകൃഷ്ണനെയും അഭിജിത്തിനെയും റിമാൻഡ് ചെയ്തു. ഇരുവരെയും 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റേതാണ് ഉത്തരവ്. പോലീസ് കസ്റ്റഡിയിൽ ഇരുവരെയും വിട്ടുകിട്ടാൻ പിന്നീട് കോടതിയെ സമീപിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്നലെ വൈകിട്ടോടെയാണ് PP രാമകൃഷ്ണനെയും അഭിജിത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി CH അശോകനും ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണനും രാമകൃഷ്ണന്റെ വീട്ടിൽ ഗൂഢാലോചന നടത്താൻ എത്തിയിരുന്നു. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ഗൂഢാലോചനയിലും PP രാമകൃഷ്ണൻ പങ്കാളിയായി. ആദ്യ വധശ്രമത്തിൽ ക്വട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയതിലും മൂവർക്കും പങ്കുള്ളതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന സിജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെമ്പോല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് രാമകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ചന്ദ്രശേഖരനെ വധിച്ച ശേഷം കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് അബി എന്ന അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിനിടെ മുറിവേറ്റ സിജിത്തിന് ചികിത്സ നൽകാനും രക്ഷപ്പെടാനും സഹായിച്ചത് അബിയായിരുന്നു. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആദ്യ ക്വട്ടേഷൻ സംഘമായും അഭിജിത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ പേരിൽ UDF സർക്കാരും പോലീസും CPM വേട്ട നടത്തുകയാണെന്നാരോപിച്ച് വടകര റൂറൽ SP ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തി. ഒഞ്ചിയം മേഖലയിൽ CPM പ്രവർത്തകർക്കും വീടുകൾക്കും നേരെ തുടരുന്ന ആക്രമണത്തിനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചും സമാധാന ജീവിതം ഉറപ്പാക്കാൻ സംരക്ഷണം ആവശ്യപ്പെട്ടുമാണ് മാർച്ച്. രാവിലെ 10 മണിയോടെ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ സമീപത്തുനിന്ന് തുടങ്ങിയ മാർച്ച് 10:45 SP ഓഫീസിന് സമീപമെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. മുൻ മന്ത്രി എളമരം കരീം, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. കേരള പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് CPMനോട് അനുഭാവമുണ്ടെന്ന് K മുരളീധരൻ. ഇത്തരം പോലീസുകാരെ ഉപദ്രവിക്കുന്ന രീതി UDFനില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചുമതല സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. എന്നാൽ ഇത് ചെയ്യാത്തവർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കുമെന്നും K മുരളീധരൻ ദുബായിൽ പറഞ്ഞു. ചില ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും ചില ബന്ധങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്നൊരു സമ്പ്രദായം കോൺഗ്രസ് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. എല്ലാവർക്കും രാഷ്ട്രീയമായിട്ടുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, അത് പോലീസിലാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല ഏത് ഗവൺമെന്റാണോ ഭരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കലാണ്. അതിന് വിഘ്നം വരുത്തുന്നവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടി വരും. ജൂൺ 1 കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആൻഡമാൻ ദ്വീപിലും ബംഗാൾ ഉൾക്കടലിലും മൺസൂൺ എത്തി. 2 ദിവസത്തിനകം കാലവർഷം കന്യാകുമാരിയിലേക്കും മാലദ്വീപിലേക്കും എത്തിച്ചേരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മെയ് 23 ആൻഡമാൻ കടലിൽ എത്തിച്ചേർന്ന കാലവർഷക്കാറ്റ് മുഴുവൻ ദ്വീപസമൂഹത്തിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കും വ്യാപിച്ചു. ഒപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമായിട്ടുണ്ട്. ചിറാപൂഞ്ചിയിൽ 18, പോർട്ട് ബ്ലെയറിൽ 5, കാർനിക്കോബാറിൽ 2 സെന്റിമീറ്റർ വീതം മഴ കിട്ടി. അതേസമയം രാജസ്ഥാനിലും വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും കടുത്ത വേനച്ചൂട് അനുഭവപ്പെടുകയാണ്. ബീഹാറിലും ഉത്തർപ്രദേശിലും താപനില ഉയർന്നിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ വേനച്ചൂട് ഉയരുന്നത് മൺസൂൺ ശക്തിപ്പെടാൻ സഹായകരമാകുമെന്നാണ് കരുതുന്നത്. വരുന്ന 48 മണിക്കൂറിൽ ആൻഡമാനിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം.
മിസോറം, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കും. കേരളത്തിലും പലയിടങ്ങളിലും മഴ കിട്ടും. മാവേലിക്കരയും കൊടുങ്ങല്ലൂരിലും 2 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. കേരള തീരത്ത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 29-നാണ് കാലവർഷം കേരളത്തിലെത്തിച്ചേർന്നത്. നല്ല തോതിൽ കാലവർഷം ലഭിക്കുകയും ചെയ്തിരുന്നു. കേരളം കാലവർഷത്തെ കാത്തിരിക്കുകയാണെങ്കിലും മാലിന്യ പ്രശ്നവും പൂർത്തിയാകാത്ത മഴക്കാല പൂർവ്വ ശുചീകരണവും മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ പോലീസ് 3ാം മുറ പ്രയോഗിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം. എന്നാൽ 3ാം മുറ സർക്കാരിന്റെ നയമല്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശാസ്ത്രീയമായി തെളിവ് ശേഖരിച്ചാണ് അന്വേഷണമെന്ന് DGP ജേക്കബ് പുന്നൂസും വ്യക്തമാക്കി. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥനുസരിച്ചാണ് ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതെന്ന് CPM ആരോപിക്കുന്നു. ഒഞ്ചിയത്ത് പാർട്ടി ഓഫീസിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും CH അശോകന്റെ പേരിൽ പ്രചരിക്കുന്ന മൊഴികൾ വ്യാജമാണെന്നും എളമരം കരീം പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് അശോകൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ക്യാമ്പിലിട്ട് വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ക്രൂരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പീഡനങ്ങൾ അശോകനും അദ്ദേഹത്തോടൊപ്പമുള്ള കസ്റ്റഡിയിലെടുക്കപ്പെട്ട മറ്റുള്ളവർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രി അതിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോഴത്തെ അന്വേഷണ സംഘം 3ാം മുറ പ്രയോഗിക്കുമെന്ന് ആരോപിച്ചാൽ ആരും വിശ്വസിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. CH അശോകൻ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുമെന്നും DGPM അറിയിച്ചു. ഉപയോഗിക്കുന്ന പ്രശ്നമേ ഇല്ല. 3ാം മുറ ഈ ഗവൺമെന്റ് പോളിസിയല്ല. അങ്ങേയറ്റം ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചിട്ടാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒറ്റുകാരായ പോലീസുകാർക്കെതിരെ പോലീസ് മാനുവൽ പ്രകാരം നടപടിയുണ്ടാകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. TP വധക്കേസിൽ പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. അക്കം രാഷ്ട്രീയത്തിനെതിരെ SJD വടകരയിൽ നടത്തുന്ന ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ അക്രമ രാഷ്ട്രീയത്തെ രൂക്ഷമായി വിമർശിച്ചാണ് SJDയുടെ ഉപവാസം തുടങ്ങിയത്. വടകരയിൽ സ്ഥാപിച്ച 50ഓളം ബോർഡുകൾ CPMകാർ നശിപ്പിച്ചത് പാർട്ടിയുടെ കാടത്തത്തിന് തെളിവാണെന്ന് വീരേന്ദ്രകുമാർ കുറ്റപ്പെടുത്തി. ബോർഡുകൾ തകർത്താലും സോഷ്യലിസ്റ്റ് ജനതയുടെ നിശ്ചയദാർഢ്യം തകർക്കാൻ കഴിയില്ല. TP വധത്തിൽ UDF നേതാക്കളെ ചോദ്യം ചെയ്യണമെന്ന എളമരം കരീമിന്റെ ആവശ്യത്തിന് ഇതായിരുന്നു മറുപടി. ഏതോ സെക്ഷൻ പറഞ്ഞെനിക്കറിയില്ല. അതിനടിസ്ഥാനത്തിൽ ഞങ്ങളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെന്നുണ്ടെങ്കിൽ ആദ്യമായി ചോദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനെയാണ്. കോട്ടയത്ത് ട്രാഫിക് പരീക്ഷണങ്ങൾ പരാജയപ്പെടുന്നു. നഗരം വീർപ്പുമുട്ടുകയാണ്. പോലീസ് നടത്തിയ പരീക്ഷണങ്ങൾക്കും കുരുക്കിനെ പരീക്ഷിക്കാനായില്ല. നഗരം വീണ്ടും ഗതാഗത കുരുക്കിന്റെ പിടിയിലായി. ഇന്നലെ രാവിലെ മണിക്കൂറുകളോളം MC റോഡിലും KK റോഡിലും വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. MC റോഡിൽ സ്റ്റാർ ജംഗ്ഷൻ മുതൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്നു. KK റോഡിൽ വടവാതൂർ മുതൽ അനുഭവപ്പെട്ട കുരുക്ക് നഗരത്തിലേക്ക് അടുക്കുംതോറും മുറുകിക്കൊണ്ടിരുന്നു. ഇതിനിടെ വൈകിട്ട് 6:30യോടെ ഈസ്റ്റ് സ്റ്റേഷന് മുൻപിൽ ലോറി നിന്നുപോയതിനെ തുടർന്ന് KK റോഡിലും ലോഗോസ് സെന്റർ ഭാഗത്തും 1 മണിക്കൂറിലേറെ ഗതാഗതം സ്തംഭിച്ചു. ട്രാഫിക് പോലീസ് ഗതാഗതം തിരിച്ചുവിട്ടു. കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് ലോഡുമായി പോവുകയായിരുന്ന ലോറി ഈസ്റ്റ് സ്റ്റേഷന് മുന്നിലെത്തിയതോടെ നിന്നുപോവുകയായിരുന്നു. സ്റ്റിയറിംഗ് തകരാറാണ് കാരണം. രാത്രി റോഡിലെ തിരക്കൊഴിയുന്ന സമയത്ത് അറ്റകുറ്റപ്പണി നടത്തി ലോറി നീക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. കൂട്ടിയ പെട്രോൾ വില ഉടൻ കുറയ്ക്കില്ലെന്ന് പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡി പറഞ്ഞു. രൂപയുടെ മൂല്യത്തകർച്ചയും രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയർന്നതുമാണ് എണ്ണക്കമ്പനികൾ പെട്രോളിന് ഇത്രയേറെ വില ഉയർത്താൻ കാരണമെന്നും കേന്ദ്രമന്ത്രി ഡൽഹിയിൽ ന്യായീകരിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം മാനിച്ച് പെട്രോൾ വിലയിൽ 2.5 രൂപയെങ്കിലും കുറവ് ഉടൻ വരുത്തുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും നികുതി ഇളവ് നൽകി വിലവർദ്ധനവിന്റെ ആഘാതം കുറച്ചേക്കുമെന്ന സൂചനയാണ് പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡി നൽകിയത്. കുറച്ചു ദിവസങ്ങൾക്കകം സ്ഥിതിഗതി വിലയിരുത്തി വില കുറയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. രാഷ്ട്രീയമായി ഒട്ടും സുഖകരമായ തീരുമാനമല്ല വില വർദ്ധിപ്പിച്ചതെന്നും ജയ്പാൽ റെഡ്ഡി പറഞ്ഞു. Finance Ministry or me, we are part of one government. Right? Government needs to compensate. And
ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ചേക്കുമെന്നും കേന്ദ്രമന്ത്രി സൂചന നൽകി. എണ്ണ കമ്പനികളുടെ നഷ്ടത്തിന്റെ കണക്ക് മന്ത്രി ആവർത്തിച്ചു. ഡൽഹിയിൽ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം പെട്രോളിയം വിലവർധന വിശദമായി ചർച്ച ചെയ്തു. തീപിടിച്ച പച്ചക്കറി വിലക്ക് ആശ്വാസമായി വിലക്കുറവിൽ സർക്കാർ വിപണികൾ തുടങ്ങി. പൊതുവിപണി വിലയേക്കാൾ 30% വിലക്കുറവിലാണ് ഇവിടെ പച്ചക്കറി വിൽക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നാടൻ പച്ചക്കറികളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ബീൻസിനും കാരറ്റിനും 28 രൂപ, 26 രൂപ 60 പൈസക്ക് 1 കിലോ ക്യാബേജ്. അമരയ്ക്കക്ക് വില 11 രൂപ 20 പൈസ, കോവയ്ക്ക 14 രൂപ. സവോള വാങ്ങുമ്പോൾ കണ്ണ് നിറയില്ല, വില 8 രൂപ 40 പൈസ മാത്രം. ഇങ്ങനെ വിലയിൽ തുച്ഛമെങ്കിലും ഗുണത്തിൽ മെച്ചമൊരുക്കിയാണ് സർക്കാർ വിപണി ഒരുക്കിയിട്ടുള്ളത്. നല്ല വില കുറവുണ്ട്. കാരണം ബീൻസൊക്കെ 40 രൂപയല്ലേ, ഇവിടെ ബീൻസൊക്കെ വളരെ വില കുറവല്ലേ. ബീൻസ് വള്ളിപ്പയറൊക്കെ 40 രൂപ, ഇവിടെ വില കുറവല്ലേ. ഭൂരിഭാഗം പച്ചക്കറികളും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതാണ്. വിപണി വിലയിലെ മാറ്റം അനുസരിച്ച് ഇവിടെയും വിലയിൽ മാറ്റമുണ്ടാകും. പരമാവധി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഫ്രഷ് ആയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ബാക്കിയുള്ളത് നമ്മൾ പുറത്തുനിന്ന് സംഭരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലും കൃഷിവകുപ്പും ചേർന്നാണ് വിപണി ഒരുക്കിയിട്ടുള്ളത്. മർക്കസ് വിദ്യാർത്ഥി സംഘടനയായ ഇഹിയാസുന്ന സംഘടിപ്പിക്കുന്ന മുസാബക്ക 2012 ഇന്ന് രാവിലെ 10 മണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു മാസമായി മർക്കസിൽ നടന്നുവരുന്ന കലാസാഹിത്യ മത്സരങ്ങളുടെ സമാപനമാണ് ഇന്നും നാളെയും കാരന്തൂർ മർക്കസിൽ നടക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. സൗദി അറേബ്യയിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ 1 മാസത്തേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. വേനലവധിക്ക് നാട്ടിലേക്ക് പോകാൻ എയർ ഇന്ത്യയിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് ഇതുമൂലം വലയുന്നത്. എയർ ഇന്ത്യ പൈലറ്റുമാരിൽ ഒരു വിഭാഗം നടത്തുന്ന സമരം അനിശ്ചിതമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് റിയാദിൽ നിന്ന് ജൂൺ 30 വരെയുള്ള സർവീസുകൾ റദ്ദു ചെയ്തതായി എയർ ഇന്ത്യ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. മെയ് 30 വരെയുള്ള സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. സർക്കാർ മുന്നോട്ടുവച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകളും നിയമ നടപടി ഭീഷണിയും സമരക്കാർ തള്ളിയതോടെയാണ് വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദു ചെയ്യാനുള്ള തീരുമാനം. ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായി ആഴ്ചയിൽ 3 വീതം റിയാദ് കരിപ്പൂർ സെക്ടറിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന AI 922, ശനി, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ റിയാദിൽ നിന്ന് മുംബൈയിലേക്ക് സർവീസ് നടത്തുന്ന AI 920 തുടങ്ങിയ സർവീസുകളാണ് ജൂൺ അവസാനം വരെ റദ്ദു ചെയ്തിരിക്കുന്നത്. ഇതോടെ എയർ ഇന്ത്യയിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്ര ഉദ്ദേശിച്ച 10,000-കണക്കിന് പേർ വിഷമവൃത്തത്തിലാവും. നാട്ടിൽ സ്കൂൾ അടച്ചതോടെ മാർച്ച് അവസാനം മുതൽ അവധിക്കാലം ചെലവിടാൻ ഗൾഫിലെത്തിയ കുടുംബങ്ങളും കുട്ടികളും തിരിച്ചു പോകാനായി പ്രയാസപ്പെടും. റിയാദ് കൊച്ചി സർവീസുകളും റിയാദ് ഡൽഹി സർവീസുകളും ഫ്ലൈറ്റും പൈലറ്റും ലഭ്യമാകുന്ന മുറക്ക് നടത്താനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. ഉംറ തീർത്ഥാടകർ ആശ്രയിക്കുന്ന ജിദ്ദ സർവീസുകൾ താരതമ്യേന മുടക്കമില്ലാതെ നടക്കുമ്പോൾ ദമ്മാം സർവീസുകൾ താളം തെറ്റിയ നിലയിലാണ്. സമ്പത്തിന്റെ കസ്റ്റഡി മരണക്കേസ് അന്വേഷിച്ച CBI ASPG ഹരിദത്ത് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് എറണാകുളം മുൻ CJM B വിജയന്റെയും CBI ASP നന്ദകുമാർ നായരുടെയും മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഹരിദത്ത് കോടതിയിൽ സമർപ്പിച്ച രഹസ്യ റിപ്പോർട്ടുകളുടെ പകർപ്പും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു.
സമ്പത്തിന്റെ കസ്റ്റഡി മരണക്കേസ് അന്വേഷിച്ച സിബിഐ ASPG ഹരിദത്ത് ആത്മഹത്യാക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയ 4 പേരിൽ ഒരാളാണ് എറണാകുളം മുൻ ASP B വിജയൻ. CGM ശ്രീ വിജയനും എന്നെ ഒരുപാട് നിർബന്ധിച്ചു എന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ഹരിദത്ത് എഴുതിയ അവസാന വരി. എന്തിനാണ് ഹരിദത്തിനെ B വിജയൻ നിർബന്ധിച്ചത് എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയുടെ അനുമതിയോടെ ക്രൈംബ്രാഞ്ച് B വിജയന്റെ മൊഴിയെടുത്തത്. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ IG B സന്ധ്യയുടെയും ആലപ്പുഴ ജഡ്ജി മുഹമ്മദ് യൂസഫിന്റെയും സാന്നിധ്യത്തിൽ നടന്ന മൊഴി രേഖപ്പെടുത്തൽ 4 മണിക്കൂർ നീണ്ടു. സമ്പത്തിന്റെ കസ്റ്റഡി മരണക്കേസിൽ അന്വേഷണത്തിന് ആദ്യം മേൽനോട്ടം നൽകിയ CBI ഉദ്യോഗസ്ഥനായ ASP നന്ദകുമാർ നായരുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. ASP നന്ദകുമാർ നായരുടെ സഹകരണവും ഒറ്റപ്പെടുത്തലും ഹരിദത്തിനെ സമ്മർദ്ദത്തിലാക്കിയെന്ന് ഹരിദത്തിന്റെ ബന്ധുക്കൾ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് CBI നന്ദകുമാർ നായരുടെ മൊഴിയെടുത്തത്. മോഷണ ശ്രമത്തിനിടെ തമിഴ്നാട് സ്വദേശിയടക്കം 3 പേരെ പോലീസ് പിടികൂടി. തെക്കുംഗോപുരം പഴയ ബോട്ട് ജെട്ടിക്ക് സമീപത്ത് മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മുട്ടമ്പലം ആയകുത്തുമാലി രവി, ചെറുവിളപ്പുത്തൻ വീട്ടിൽ റജി, തമിഴ്നാട് നാഗർകോവിൽ ഇടയൻവിള രാജൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. വെസ്റ്റ് SI ടോമി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. മോഷണം വർദ്ധിച്ചതോടെ മഫ്തിയിൽ പോലീസ് നടത്തിയ പട്രോളിംഗിന്റെ ഭാഗമായാണ് പ്രതികളെ പിടികൂടിയത്. മുമ്പ് നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ 3 പേരെയും അർദ്ധരാത്രിയിൽ ബോട്ട് ജെട്ടിക്ക് സമീപം ദുരൂഹ സാഹചര്യത്തിൽ കണ്ട പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. പച്ചരവി ഇപ്പോൾ മോഷ്ടാക്കൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ അംഗമാണ്. SI മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. മർക്കസ് വാർഷിക സമ്മേളന സ്വാഗത സംഘം സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ വൈലത്തൂർ ചെയർമാൻ. 2013 ജനുവരി 4, 5, 6 തീയതികളിൽ കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയിൽ നടക്കുന്ന 35ാം വാർഷിക സമ്മേളനത്തിന് 5001 അംഗ സ്വാഗത സംഘം നിലവിൽ വന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ വൈലത്തൂർ, ജനറൽ കൺവീനർ പ്രൊഫസർ അബ്ദുൽ ഹമീദ് സാഹിബ്, ട്രഷറർ AP അബ്ദുൽ കരീം ഹാജി ചാലിയം എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ ആരംഭിച്ച SYS സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്ന് കാലത്ത് നടന്ന PP ഉസ്താദ് അനുസ്മരണ ദുആ സമ്മേളനത്തിന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കും. കണ്ണൂരിലെ MSF പ്രവർത്തകൻ അബ്ദുൽ ഷുക്കൂർ വധിക്കപ്പെട്ട കേസിൽ 3 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 3 CPM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. വെള്ളിക്കീലിലെ ഷാജി, മൊറായിലെ പ്രകാശൻ, കീയറയിലെ പുരുഷോത്തമൻ എന്നിവരെയാണ് വളപട്ടണം CIU പ്രേമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. CPM അരിയിൽ ലോക്കൽ സെക്രട്ടറി UV വേണു, ലതീഷ്, കീയറയിലെ ഗണേശൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് CPM ലോക്കൽ സെക്രട്ടറിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 16 പേരാണ് അറസ്റ്റിലായത്. ഏഴോം സഹകരണ ബാങ്കിന്റെ പഞ്ചാരക്കുളം ശാഖ മാനേജറാണ് വേണു. ബാങ്കിൽ പോകുന്നതിനായി ഇന്നലെ രാവിലെ തളിപ്പറമ്പ് ടൌണിലെത്തിയപ്പോഴായിരുന്നു ഇയാളെ കണ്ണപുരം പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ വേണുവിനെ വളപട്ടണം സ്റ്റേഷനിലേക്ക് മാറ്റി. അറസ്റ്റിലായവരെ വെള്ളിക്കീൽ, കീയറ പ്രദേശങ്ങളിലെ വീടുകളിൽ റെയ്ഡ് നടത്തിയാണ് പിടികൂടിയത്. സംഭവവുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് വെളിപ്പെടുത്തിയില്ല. CPM ഒട്ടേറെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തിയിട്ടുണ്ടെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മാണി പറഞ്ഞു. രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്തും വകവരുത്തിയും CPMനു ശീലമുണ്ട്. പീരുമേട്ടിൽ പാർട്ടി പ്രവർത്തകർ അയ്യപ്പദാസിനെ കൊന്ന ബാലുവിന്റെ കൊല ഉദാഹരണമാണ്. ശാന്തൻ പാറയിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവരെ പട്ടിക തയ്യാറാക്കിയാണ് കൈകാര്യം ചെയ്തതെന്നും MM മാണി പറഞ്ഞു. മത്തായി എന്ന് പറയുന്നത് വായി നോക്കി SI അവിടെ അന്നൊരു ജില്ലാ പോലീസ് സൂപ്രണ്ട് വേറൊരു വായി നോക്കി, ആഭ്യന്തരമന്ത്രി ഒരു വായി നോക്കി, മൈരാ രവി. ഇവർ ചെയ്ത ഞങ്ങളുടെ പ്രസ്താവന ഇറക്കി. ഇവർ 13 പേര് 1, 2, 3, 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. 3 പേരെ വെടിവെച്ചും തല്ലിയും കുത്തിയും കൊന്നു. പാരപ്പണിയുന്നയാൾ ഉത്തമ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് VSന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പാൻ മസാലയുടെയും
പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിരോധിച്ചു. പുകയിലയും നിക്കോട്ടിനും അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് നിരോധിച്ചത്. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമാണ് നിരോധനം. നിരോധിത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതി വ്യാപാരികളെ അറിയിക്കും. നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നിവരുടെ സമിതിയായിരിക്കും ചുമതല. പോലീസ്, വിദ്യാഭ്യാസം, റവന്യൂ, ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ഉൾപ്പെട്ട ജാഗ്രതാ സമിതി പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. രാജ്യത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. മധ്യപ്രദേശാണ് ആദ്യം നിരോധനം ഏർപ്പെടുത്തിയത്. കേരളത്തിൽ പാൻ മസാലയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനവും വിതരണവും ഉപയോഗവും നിരോധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് സമരത്തിന്റെ വിജയമാണെന്ന് SSF സ്റ്റേറ്റ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പാൻ മസാലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ബഹുജന കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിനും SSF നടത്തിയ പ്രവർത്തനം വളരെയേറെ ശ്ലാഘിക്കപ്പെട്ടിട്ടുണ്ട്. പാൻ മസാലയ്ക്കെതിരെ ജനജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാൻ മസാല നിരോധിക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു SSF. അർബുദം ഉൾപ്പെടെ മാരക രോഗങ്ങൾ പടർത്തുന്ന പാൻ മസാല നിരോധനം നടപ്പിലാക്കിയ മാതൃകയിൽ സമ്പൂർണ്ണ മദ്യനിരോധനവും നടപ്പിലാക്കേണ്ടതുണ്ട്. നിരോധനം കടലാസിൽ ഒതുങ്ങുന്നതാവരുത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും നിയമം നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാവണം, നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇന്ന് കേരളത്തിലിറങ്ങിയ പത്രമാധ്യമങ്ങളിലെ പ്രധാന റിപ്പോർട്ടുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. മലയാള മനോരമ ഇന്ന് നാട്ടിലിറങ്ങിയ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാർട്ടി സമരത്തിനെതിരെ VS എന്ന തലക്കെട്ടിലാണ് മലയാള മനോരമ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് VS അച്യുതാനന്ദൻ പാർട്ടിക്കെതിരെ നടത്തുന്ന സമരമാണ് മലയാള മനോരമ തുറന്നു കാണിക്കുന്നത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് വടകര SP ഓഫീസിലേക്ക് ഇന്ന് CPM മാർച്ച് എന്നും അതേസമയം ആക്ഷേപമുള്ളവർ കോടതിയിൽ പോകട്ടെയെന്നും VS. ഇങ്ങനെ രസകരമായ ഒരു വാർത്തയാണ് മലയാള മനോരമ എടുത്തുകാട്ടിയിരിക്കുന്നത്. അതേസമയം ഹംസയുടേത് ശുംഭത്തരം എന്ന VS അച്യുതാനന്ദന്റെ റിപ്പോർട്ട് വളരെ പ്രധാനമായി ഒരു രസകരമായ കാർട്ടൂണിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു മലയാള മനോരമ. മറ്റൊരു വാർത്ത, TP വധം, തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലും ഗൂഢാലോചന എന്ന മറ്റൊരു ഹെഡിങ്ങിൽ ഒരു വാർത്ത റിപ്പോർട്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സംസ്ഥാനത്ത് പാൻ മസാല നിരോധിച്ചു എന്ന വാർത്ത ചെറിയൊരു രൂപത്തിലാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തെ തുണച്ച് VS എന്ന തലക്കെട്ടിലാണ് ഇന്ന് മാതൃഭൂമി മെയിൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UDF നടത്തുന്ന അന്വേഷണത്തെ തുണച്ചുകൊണ്ടാണ്, UDFന്റെ കൂടെയാണ് VS അച്യുതാനന്ദൻ എന്ന സൂചനയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഏറ്റവും മുകളിലായി TP വധം, തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും അറസ്റ്റിൽ എന്ന ഒരു വാർത്ത ഫോട്ടോ അടക്കം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഹംസയുടെ ആരോപണം ശുംഭത്തരമാണെന്ന് VS എന്ന റിപ്പോർട്ടും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പാൻ മസാലയ്ക്ക് പൂർണ്ണ നിരോധനം എന്നത് ചെറിയൊരു പെട്ടിക്കോളത്തിലായി പാൻ മസാല നിരോധിച്ചതിന്റെ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഷുക്കൂർ വധക്കേസിൽ 3 CPMകാർ കൂടി അറസ്റ്റിൽ എന്ന തലക്കെട്ടിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ മറ്റെല്ലാ പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ സിറാജ് പത്രം ഇറങ്ങിയിരിക്കുന്നത്. സിറാജ് പത്രം പാൻ മസാലക്കെതിരെ സന്ധിയില്ല സമരം ചെയ്ത ഒരു പത്രമായതുകൊണ്ട് തന്നെ പാൻ മസാല നിരോധിച്ചു എന്ന വലിയ തലക്കെട്ടിലാണ് ഇന്നത്തെ സിറാജ് പത്രം ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ ലംഘിച്ചാൽ 6 വർഷം തടവും, പാൻ മസാല ഉപയോഗിച്ചാൽ 6 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും എന്ന ഒരു പ്രധാന വാർത്ത വലിയ തലക്കെട്ടിലായി സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റെല്ലാ പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാൻ മസാല നിരോധിച്ചതിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നത് 15 കോടിയോളം രൂപയാണ്. എന്നിട്ടും പാൻ മസാല നിരോധിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ച അധീരതയെ പ്രശംസിച്ചുകൊണ്ട് വലിയ റിപ്പോർട്ടായി തന്നെ സിറാജ് പത്രം പാൻ മസാല നിരോധിച്ചു എന്ന വാർത്ത വളരെ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. TP വധം പ്രതികൾക്കായി കണ്ണൂർ ജില്ലയിൽ റെയ്ഡ് തുടരുന്നു എന്ന് ഈ സിറാജ് പത്രത്തിന്റെ 7ാം പേജ് റിപ്പോർട്ട് ചെയ്യുന്നു.
30 ലക്ഷത്തിന്റെ പാൻ മസാല പിടികൂടി. പാൻ മസാലയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും നിരോധനം നടപ്പാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി തൃശൂർ ചാലക്കുടിയിൽ 2 കണ്ടെയ്നർ പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. 30 ലക്ഷത്തോളം വില വരുന്ന ഉൽപ്പന്നങ്ങൾ കാട്ടൂരിലെ മൊത്ത വ്യാപാര കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവസാനമായി KMIC വാർത്തകൾ. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി എന്നിവരുടെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് KMIC അഡ്മിൻ കബീർ PP അറിയിച്ചു. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ നാളെ PTA റഹീം സാഹിബ് MLA പങ്കെടുക്കും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബൈലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.